നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ UDF സ്ഥാനാർത്ഥിയാകും. മത്സരിക്കാൻ AICC നിർദ്ദേശം നൽകി. സുധാകരൻ ഇല്ലെങ്കിൽ ജയസാധ്യത കുറവെന്ന വിലയിരുത്തലിലാണ് തീരുമാനം. ഇതോടെ കോൺഗ്രസിന്റെ എല്ലാ സിറ്റിംഗ് MPമാരും മത്സരത്തിനിറങ്ങുമെന്ന് ഉറപ്പായി. മത്സരിക്കാനില്ലെന്ന് ആണയിട്ട് കെ സുധാകരൻ ഒടുവിൽ കണ്ണൂരിൽ തുടർച്ചയായി 4ാം പോരാട്ടത്തിന്. സുധാകരന് പകരം വയ്ക്കാൻ കണ്ണൂർ സീറ്റിൽ മറ്റൊരു നേതാവില്ലെന്ന യാഥാർത്ഥ്യമാണ് KPCC അധ്യക്ഷ പദവിയിലിരിക്കെ മത്സരിപ്പിക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത്. MV ജയരാജൻ CPM സ്ഥാനാർത്ഥിയായതും സാമുദായിക സമവാക്യങ്ങളും തീരുമാനത്തെ അറിയിച്ചു. സുധാകരൻ മാറിയാൽ പകരം വന്ന പേരുകൾക്ക് ജയസാധ്യത കുറവെന്ന് ജില്ലാ സംസ്ഥാന നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു. MV ജയരാജനെതിരെ ജില്ലയ്ക്ക് പുറത്തുനിന്ന് സ്ഥാനാർത്ഥി വന്നാൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുണ്ടായി. കോഡർ വോട്ടുകൾ ഉറപ്പിക്കുന്ന CPMന്റെ മുതിർന്ന നേതാവിനെതിരെ കരുത്തൻ തന്നെ വേണമെന്നും നിശ്ചയിച്ചു. ഈഴവ വിഭാഗത്തിൽ നിന്നാകണം സ്ഥാനാർത്ഥിയെന്ന് കൂടി വന്നതോടെ സുധാകരന് സമ്മർദ്ദമേറി. പകരക്കാരനെ ചൊല്ലി തർക്കങ്ങൾക്കുള്ള സാധ്യതയും നേതൃത്വം കണക്കിലെടുത്തു. നിർദ്ദേശമൊന്നും കിട്ടിയിട്ടില്ല എന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം. കണ്ണൂരിൽ കഴിഞ്ഞ 3 മത്സരങ്ങളിൽ 2 തവണ ജയിച്ചു കയറിയ സുധാകരൻ 2014 നേരിയ ഭൂരിപക്ഷത്തിലാണ് PK ശ്രീമതിയോട് തോറ്റത്. KPCC അധ്യക്ഷന്റെ സീറ്റിലും തീരുമാനമായതോടെ സംസ്ഥാനത്തെ 19 സീറ്റുകളിലും മത്സര ചിത്രവും തെളിഞ്ഞു. ആലപ്പുഴയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയിലാണ് സസ്പെൻസ് തുടരുന്നത്.